ഹലോ, വെൽക്കം ടു വേവ് ലെങ്ത് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് ഫിഫ്ത്ത് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 9th ചാപ്റ്റർ ആണ്. തുല്യതയിലേക്ക് എന്നതാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PSC ഫാക്ട്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പാഠഭാഗം തുടങ്ങുന്നത് തന്നെ ഒരു പൊതുവിതരണ കേന്ദ്രത്തിന്റെ ചിത്രം കൊടുത്തുകൊണ്ടാണ്. അവിടെ ഒരു കുട്ടി മുത്തശ്ശനോടായി ചോദിക്കുന്നുണ്ട്, ഇവിടെ വരുന്ന പല ആൾക്കാരുടെയും കയ്യിലുള്ള കാർഡുകൾക്ക് പല നിറങ്ങൾ കാണുന്നതിനുള്ള കാരണം എന്താണെന്ന്. കാരണമായി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഓരോ കുടുംബത്തിന്റെയും വരുമാനം വ്യത്യാസമായതുകൊണ്ടാണ് ഈ പറയുന്ന വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞ് പറയാവുന്ന കാര്യമാണ്. നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് കുട്ടികളെ കുറിച്ചിട്ടും അവരുടെ കുടുംബ വരുമാനത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇമ്പോർട്ടന്റ് ആയി ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സിലേക്ക് നോക്കാം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഓരോ തൊഴിലിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ശമ്പളം അഥവാ വരുമാനം എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ പല ആളുകളുടെയും ജീവിത നിലവാരത്തിലും ഈ പറയുന്ന വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട് ഈ പറയുന്ന ശമ്പളം എന്ന് പറയുന്നത്. വരുമാന സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യാസപ്പെടുന്നതിന്റെ പ്രധാന കാരണമാണ്. ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ്. അപ്പോ വരുമാന സ്രോതസ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മൂന്നായിട്ട് കുടുംബങ്ങളെ തരംതിരിക്കാം: ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ. അപ്പൊ മൂന്നായിട്ട് നമ്മൾ തരംതിരിക്കാൻ സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇപ്പോ നമ്മൾ പറഞ്ഞു, ഇപ്പോ നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾക്കൊക്കെ പലതരം തൊഴിലുകളാണുള്ളത്. ഇതിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിലും ഈ പറയുന്ന വ്യത്യസ്തത നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഒരു തരത്തിൽ ഇതൊരു സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നില്ലേ? എന്താണ് സാമ്പത്തിക അസമത്വം? സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണം. അതായത് ഒരു കൂട്ടം ആളുകൾക്കിടയിലെ സമ്പത്തോ വരുമാനോ തുല്യമല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിത രീതികളിലും പലതരം വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുവഴി എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്? അവസരങ്ങള്, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്തിയിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നുണ്ട്. വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ട് സർക്കാർ പദ്ധതികൾ മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. ആ പദ്ധതികളെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാവുന്നതാണ്. ഇവിടെ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പറയുന്നുണ്ട്. ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ 19ാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ തുടങ്ങിയിരുന്നു. വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജം. ആരാണ് സമത്വ സമാജം സ്ഥാപിച്ചിട്ടുള്ളത്? വൈകുണ്ഠ സ്വാമികളാണ് എന്ന് മനസ്സിലാക്കാം. ഈ സമത്വ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടന്നതായിരുന്നു സമപന്തി ഭോജനം. അപ്പൊ സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നേതൃത്വത്തിൽ നടന്നതായിരുന്നു സമപന്തി ഭോജനം എന്നത് കൂടെ മനസ്സിലാക്കാം. അപ്പോ ഇങ്ങനെയുള്ള നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒന്നാണ് 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിയിൽ സഹോദരൻ പത്രത്തിന്റെ പത്രാധിപരായ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം. അപ്പോ ഈ അയ്യപ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് നമ്മൾ കൂടുതലായിട്ടും സഹോദരൻ അയ്യപ്പൻ എന്നാണ് പറയാറ്. സഹോദരൻ പത്രത്തിന്റെ പത്രാധിപരാണല്ലോ അദ്ദേഹം. 1917 മെയ് 29 മിശ്രഭോജനം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതാരായിരുന്നു? സഹോദരൻ അയ്യപ്പനാണ്. സമപന്തി ഭോജന്മാരുടെയായിരുന്നു വൈകുണ്ഠ സ്വാമികളുടെയാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോ നമ്മൾ പറഞ്ഞു സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇത് കാരണം അദ്ദേഹത്തിന് കൊടിയ മർദ്ദനവും ഭീഷണിയും നേരിടേണ്ടി വന്നു. വിവേചനത്തിനെതിരായ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു ഇത്. അടുത്തതാണ് മേൽമുണ്ട് സമരം. അതായത് ഈ 19ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ നടത്തി വന്ന ഒരു സമരമാണ് ഈ മേൽമുണ്ട് സമരം. വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടിയിട്ട് തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകളാണ് ഈ സമരം നടത്തിയിരുന്നത്. അവരുടെ ഒരുപാട് നാളുകളിലുള്ള സമരം കൊണ്ട് ഈ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എന്ന് ഈ പറയുന്നതായിട്ടുള്ള തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട് പിന്നീട്. അപ്പോൾ ഈ മേൽമുണ്ട് സമരത്തിന് നമ്മൾ ചാലാർ ലഹള എന്നും പറയാറുണ്ട്. അടുത്തതാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു. എന്നാലും കുറച്ച് മേൽജാതിക്കാരെ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതരെ ഈ കീഴ്ജാതിക്കാർ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് അയ്യങ്കാളി പഞ്ചമി എന്ന് പറയുന്ന ഒരു ദളിത് വിദ്യാർത്ഥി അല്ലെങ്കിൽ ദളിത് ബാലികയുടെ കൈപിടിച്ച് ഊരുട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ ആവശ്യപ്പെടുന്നത്. അപ്പോ ഈ അധികാരികള് ഈ പ്രവേശനം നൽകാൻ നിർബന്ധിതരായെങ്കിലും അന്ന് രാത്രി തന്നെ എന്ത് ചെയ്യാണ്, ഈ മേൽജാതിക്കാര് സ്കൂളിന് തീയിട്ടു. അപ്പോ ആ സ്കൂളിന്റെ ഇപ്പോഴത്തെ പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ്. ഓക്കെ ആണല്ലോ.
നമ്മുടെ സാമ്പത്തിക അസമത്വത്തെ കുറിച്ച് സമൂഹത്തിൽ നിലനിന്നിരുന്നത് സാമ്പത്തിക അസമത്വത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ഇനി എന്താണ് സാമൂഹിക അസമത്വം? പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ തുല്യമല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നത്. ഓക്കെ ആണല്ലോ. വരുമാനത്തിലെ അസമത്വം, സമ്പത്തിലെ അസമത്വം, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും അവസരമില്ലായ്മ, വംശം, ജാതി, ലിംഗപദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക അസമത്വം പ്രകടമാകുന്നു. അപ്പോ നമ്മുടെ ഈ സാമൂഹിക അസമത്വത്തിന് ഉന്മൂലനം ചെയ്യണമെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ തുല്യത, നീതി ഒക്കെ നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കുറച്ച് നയങ്ങൾ, ഇത് ലക്ഷ്യമാക്കിയിട്ടുള്ള കുറച്ച് നയങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നുണ്ട് എന്നത് കൂടെ മനസ്സിലാക്കി വെക്കാം. നമ്മൾ സാമ്പത്തിക അസമത്വത്തെ കുറിച്ച് പറയുകയുണ്ടായി. എന്തൊക്കെയായിരിക്കും ഈ സാമ്പത്തിക അസമത്വത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? ഏറ്റവും പ്രധാനമായ ഘടകം വരുമാനത്തിലെ വ്യത്യാസമാണ്. അതായത് നമ്മൾക്ക് തൊഴിലിൽ നിന്ന് ലഭിക്കുന്ന കൂലി അഥവാ ശമ്പളത്തിലെ വ്യത്യാസം, തൊഴിലില്ലായ്മ, വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്. വിദ്യാഭ്യാസ അസമത്വത്തിന് കാരണം എന്താണ്? ഈ പറയുന്ന വിദ്യാഭ്യാസത്തിൽ വരുന്ന ഗുണനിലവാരത്തിന്റെ വ്യത്യാസം, പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങളും. സാമൂഹിക ഘടനകൾക്കുള്ള അസമത്വം ജാതി, മതം, വംശം, ലിംഗപദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനമാണ്. അതുപോലെ സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വമുണ്ട്. ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ എന്തൊക്കെയാണ്? ഗ്രാമനഗര വ്യത്യാസം, വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്. ചരിത്രപരമായ ഘടകങ്ങൾ എന്താണ്? കോളനിവൽക്കരണം, അടിമത്തം, അടിച്ചമർത്തലുകൾ. ഓക്കെ ആണല്ലോ. ഇവിടെ രണ്ട് വിദ്യാർത്ഥികളുടെ കാര്യം കൊടുത്തിട്ടുണ്ട്. ഒരാള് തീരപ്രദേശത്താണ് ജീവിക്കുന്നത്. കടലാക്രമണം ഉണ്ടാകുമ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് മാറേണ്ട ഒരു അവസ്ഥ. മറ്റൊരാള് മലയോര മേഖലയിലാണ് താമസിക്കുന്നത്. വാഹന സൗകര്യമില്ലാത്തതിനാൽ സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ. സോ പലതരം ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഈ കുട്ടികൾക്ക് ഈ സമൂഹത്തിലെ സാമൂഹിക അസമത്വം നേരിടേണ്ടി വരുന്നുണ്ട്. കുട്ടികൾക്ക് എന്നല്ല, പൊതുവെ എല്ലാ ജനവിഭാഗങ്ങളും ഈ പ്രശ്നങ്ങള് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം സാമൂഹിക അസമത്വം നേരിടുന്ന എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതുണ്ട്, അല്ലെ? അപ്പോ ഇതിനായിട്ട് കുറച്ച് സർക്കാർ പദ്ധതികളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ പദ്ധതിയാണ് ക്ഷേമ പെൻഷൻ. ഈ ക്ഷേമ പെൻഷനുകളിൽ കുറെ അധികം പെൻഷൻ സ്കീംസ് വരുന്നുണ്ട്. കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അങ്ങനെ മറ്റു പല പെൻഷൻസും വരുന്നുണ്ട്. ആരൊക്കെയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ? മുതിർന്ന പൗരർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ എന്നിവരൊക്കെയാണ് ഈ ക്ഷേമ പെൻഷന്റെ പ്രധാന ഗുണഭോക്താക്കൾ. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടാണ് ഈ പറയുന്നതായിട്ടുള്ള ക്ഷേമ പെൻഷനുകളൊക്കെ വരുന്നത്. അടുത്തതാണ് സ്കോളർഷിപ്പുകൾ. എന്തിനാണ്? വിദ്യാഭ്യാസ ആവശ്യത്തിന് വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് നമുക്ക് പ്രീ മെട്രിക് പറയാം, പിന്നെ ഇ ഗ്രാൻസ് സ്കോളർഷിപ്പ് ഒക്കെ പറയാവുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് പൊതുവിതരണ കേന്ദ്രങ്ങളും മാവേലി സ്റ്റോറുകളും നീതി സ്റ്റോറുകളും ഉണ്ട്. എന്തിനായിരിക്കും ഇത്? സർക്കാർ നൽകുന്ന സബ്സിഡിയോടുകൂടി ഈ കേന്ദ്രങ്ങളിൽ നിന്ന് വില കുറവിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കുന്നു. അപ്പോ ഒരു തരത്തിൽ ഈ പറയുന്ന 3 കേന്ദ്രങ്ങളും എന്തിനും കൂടെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക അസമത്വത്തിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പറഞ്ഞല്ലോ സബ്സിഡിയോടെയാണ് ഈ പറയുന്ന സാധനങ്ങൾ നമുക്ക് തരുന്നതെന്ന്. സബ്സിഡിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് പറയാൻ സാധിക്കും. പരോക്ഷ സബ്സിഡി ഉണ്ട്, അതുകൂടാതെ തന്നെ പ്രത്യക്ഷത്തിലൊരു ഒരു സബ്സിഡി വരുന്നുണ്ട്, നേരിട്ടുള്ള സബ്സിഡി വരുന്നുണ്ട്. അപ്പോ എന്താണ് സബ്സിഡി? വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി എന്ന് പറയുന്നത്. നേരിട്ടാണെങ്കിൽ എങ്ങനെയാണ് സബ്സിഡി? പണമായിട്ടാണ് വരുന്നത്. അതേസമയം നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവയൊക്കെ പരോക്ഷ സബ്സിഡിയിൽ വരുന്ന കാര്യങ്ങളാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമായി ഒരുപാട് പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കി വരുന്നുണ്ട്. അത്തരം പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം പറയുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഗ്രാമീണ മേഖലയിലുള്ള ഏതൊരു കുടുംബത്തിലെ ഒരാൾക്കും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെ 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ വരുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ഈ പറയുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിലാണ് ഈ പറയുന്ന പദ്ധതിയിലൂടെ ഉറപ്പുവരുന്നത്. അതായത് 100 ദിവസം ജോലി ഉറപ്പു കൊടുക്കുന്നതാണ് ഈ ഒരു പദ്ധതി. 18 വയസ്സിന് മുകളിലുള്ളവരാണ് ഇതിന്റെ ഉപഭോക്താക്കൾ. അടുത്തൊരു പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ അടുത്തൊക്കെ നമുക്ക് പലപ്പോഴും പല വീടുകളും വച്ചു വരുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്ത പദ്ധതിയാണ് തീരമൈത്രി.
ഈ പദ്ധതി മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനുള്ള ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി. അതായത് ഈ പറയുന്ന തീരമൈത്രി എന്ന പദ്ധതി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് മെയിൻ ആയിട്ട് ഇതിന്റെ ഗുണഭോക്താക്കൾ വരുന്നത് മത്സ്യത്തൊഴിലാളി വനിതകളാണ്. ഇവരെ സംരംഭകരാക്കിയിട്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ പറയുന്ന തീരമൈത്രി പദ്ധതി. അടുത്ത പദ്ധതിയാണ് കൈവല്യ. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ്. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത പദ്ധതിയാണ് വിദ്യാവാഹിനി. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ഈ പറയുന്ന വിദ്യാവാഹിനി. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. മറ്റു പദ്ധതികളാണ് ജനനി ജന്മരക്ഷ. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, അമ്മയ്ക്കുള്ള അതുപോലെ ഗർഭിണികൾക്കും അമ്മമാർക്കും വരുന്ന ഒരു പദ്ധതിയാണെന്ന്. അടുത്തതാണ് പ്രതിഭാ തീരം. തീരമൈത്രി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്, അതും ഇതും രണ്ടാണ് എന്ന് മനസ്സിലാക്കുക. പ്രതിഭാ തീരം വരുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കാണ്, അതായത് തീരദേശ മേഖലയിലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കാണെന്ന് മനസ്സിലാക്കാം. മറ്റൊരു പരിപാടിയാണ് ഗോത്രബന്ധു. അപ്പൊ ഗോത്ര വിഭാഗക്കാർക്കുള്ള മുൻപ് ഒരു പരിപാടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിദ്യാവാഹിനി. അതെന്തിനായിരുന്നു? സ്കൂളുകളിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു. അതായത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടത്. ഇവിടെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക എന്നും അതുപോലെ കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടും കൂടി വരുന്നതാണ് ഈ ഗോത്രബന്ധു. അപ്പൊ ഈ ഗോത്രഭാഷ അറിയാവുന്നതും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യതയുള്ള ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളിലെ അധ്യാപകരായി നിയമിക്കുന്നതാണ് ഈ ഗോത്രബന്ധു എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി കുറച്ച് പദ്ധതികളെ കുറിച്ച് അതിനെ കുറിച്ചുള്ള ഡാറ്റാസ് ഒക്കെ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ എന്തായാലും പദ്ധതികളെ കുറിച്ചൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതായ പലതരം അസമത്വങ്ങളും അവയ്ക്കെതിരെ പോരാടിയവരെ കുറിച്ചിട്ടും അതുകൂടാതെ തന്നെ ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പദ്ധതികളെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു ക്ലാസ്സിലേക്ക് കാണാം. ഓക്കെ, താങ്ക് യു.